പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊക്കെ നമ്മുടെ തൃശ്ശൂര് സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞു. അല്ല, സ്ഥലത്തിന്റെ വലക്കാവ്. തൃശ്ശൂര് വലക്കാവിലാണ്. അപ്പൊ വലക്കാവിലൂടെ രാവിലെ തന്നെ നമ്മുടെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, റെസ്ക്യൂറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നേരെ കണക്ട് ചെയ്തിട്ട് വന്നതാണ്. അപ്പൊ ഞാൻ ഒരു വീട്ടിൽ ബാത്റൂമിനകത്താണ്. ഇപ്പൊ ഇവിടെ രാവിലെ ഈ ബാത്റൂം അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. അവിടെ ആളുടെ അമ്മയാണ് ഇവിടെ റൂമിലുണ്ടായിരുന്നത്. അപ്പൊ അമ്മ വെച്ച് കഴിക്കാം. അപ്പൊ അതിന് ശേഷം ഈ ബാത്റൂം തന്നെ ഉപയോഗിക്കാം, വല്ലപ്പോഴേക്കാനോട് ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ അങ്ങനെ ഇന്ന് രാവിലെ പുറത്തെ ചേട്ടൻ ഈ ഡോർ തുറന്ന് കിടക്കുമ്പോഴാണ് പാമ്പിനെ എവിടെ കണ്ട ഈ ഇതിന്റെ മോൾ ഭാഗത്താണ്. ഇതിന്റെ മോൾ ഭാഗത്താണ് കണ്ടത്. പെട്ടെന്ന് ആളെ കണ്ടപ്പോ പെട്ടെന്ന് ബാക്കിലേക്ക് ആ ഒരു മൂലയ്ക്ക് പോയി. വാല് മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ പാമ്പ് ചീറ്റുണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനും ചിന്തിച്ചത് മുളക്കനായിരിക്കും എന്നാണ്. ഞാനിവിടെ സ്പോട്ടിലെത്തി ഞാൻ നോക്കുമ്പോ ഇതിന്റെ ബാക്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഈ യൂറോപ്യൻ ക്ലോസറ്റിന്റെ ബാക്കിൽ ആ ഒരു വിടവുണ്ട്. അപ്പൊ ആ വിടവിന്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കിയപ്പോ ജസ്റ്റ് വാലിന്റെ ഭാഗമല്ല, നടുഭാഗമാണ് ഞാൻ കണ്ടത്. അപ്പൊ പെട്ടെന്ന് വിളിച്ചില്ല. അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു മൂർഖനാണെന്നാണ്. കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ടോർച്ചടിച്ച് നോക്കിയപ്പോഴാണ് അത്ര വലിപ്പമൊന്നുമല്ല, ചെറിയൊരു ചേരയാണ്. അപ്പൊ ഇവിടെ ബാക്കിലുണ്ട്. അപ്പൊ ഇവിടെ നേരെ ഈ വീടിന്റെ മുമ്പില് ചാലാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് കടന്നു വരാൻ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എല്ലാ വീഡിയോയിലും പറയാൻ, എന്റെ ബാത്റൂം വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ വെന്റിലേഷൻ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പാമ്പ് അവിടുന്ന് അകത്തേക്ക് വരാം. നമുക്ക് മിക്കവാറും ഇങ്ങനത്തെ തുറന്നു വെച്ചുള്ള സിറ്റുവേഷനിൽ വലിയ മൂർഖനും ഒക്കെ ഉള്ളിൽ വന്നിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ക്ലോസറ്റിന്റെ ഉള്ളിൽ വരെ വന്നിട്ട് ഇരിക്കാൻ നിൽക്കുന്ന സമയത്താണ് അവര് കാണുന്നത്, ഞാനും കാണുന്നത്. അപ്പൊ അത് എന്റെ വീഡിയോ കാണുന്നവരൊക്കെ അറിയാം. അപ്പൊ ഈ ഒരു വെന്റിലേഷൻ വഴിയാണ് പാമ്പ് കണ്ടിട്ടുണ്ടാവുക. എന്തായാലും കഴിഞ്ഞ ശേഷം വെന്റിലേഷൻ പ്രോപ്പറായിട്ട് അടച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്തായാലും ചേര ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ഇതിനെ പിടിച്ചുകൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. തൊട്ടപ്പുറത്ത് തന്നെ ചാലുണ്ട്. അവിടേക്ക് വിടാനുള്ള പരിപാടി നോക്കാം. വേറെ എന്തെങ്കിലും ഒരു വണ്ടി എന്തെങ്കിലും എടുക്കും. അത് പേടിച്ചു വിളിച്ചിരിക്കുക. അത് കറക്റ്റോ മതി. കാരണം വെച്ചാലേ ഞാനുള്ളിൽ കിടക്കില്ല. ഇവരുടെ സ്വഭാവമാണ്. അതെ, മോനെ പാടാ പാടാ പാടാ. പഠിക്കണ്ട പഠിക്കണ്ട.
ഞാൻ പോട്ടാ, എന്റെ പിന്നാലെ വന്നാൽ മതി. അപ്പൊ എന്തായാലും സേഫായിട്ട് നമ്മൾ തൊട്ടപ്പുറത്തെ ചാനലിലേക്ക് വിട്ടിട്ടുണ്ട്. അധികം വലിപ്പമൊന്നുമില്ല, ചെറിയൊരു ചേരയാണ്. അപ്പൊ ഇന്നത്തെ ചെറിയ വീഡിയോ ഞാൻ വേണ്ടിയിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. മിക്സ് മി ജോജു സൈനിങ് ഓഫ്.